ഹായ് സുഹൃത്തുക്കളെ, ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാഹനങ്ങൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഐഡിൽ ചെയ്ത് നിർത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. മാത്രമല്ല, ഇങ്ങനെ ഐഡിൽ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. എന്താണ് ഐഡിൽ? ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്ത ന്യൂട്രൽ ഗിയറിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു രീതിയാണ് ഐഡിൽ എന്ന് പറയുന്നത്. ഐഡിൽ ചെയ്യുമ്പോൾ ശരിക്കും ഒരു വാഹനത്തിന് എന്താണ് മാറ്റം ഉണ്ടാകുന്നത്? ഓരോ വാഹനങ്ങളും ഐഡിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻജിൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു 2-3 മണിക്കൂർ ഒരു വാഹനം സ്റ്റാൻഡിൽ ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുമ്പോൾ അത് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിനകത്തുള്ള എഞ്ചിൻ ഓയിൽ മുഴുവൻ ഇങ്ങ് താഴേക്ക് അടിഞ്ഞുകൂടി ഒരു ലെയറായി അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ എഞ്ചിനുകൾ നല്ല കാര്യക്ഷമമായി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായ രീതിയിൽ ഓയിലുകൾ, ഓയിലാണ് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനെ കണ്ടീഷനാക്കി നിർത്തുന്നത്. അപ്പോൾ ഈ ഓയില് ഇതിൻ്റെ താഴെ അടിത്തട്ടിൽ വന്ന് നിറഞ്ഞു കിടക്കുന്ന ഈ സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഗിയർ ഇട്ട് മുന്നോട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബിയറിങ്ങുകളിലോ ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളിലോ എൻജിൻ പാർട്ടുകളിലോ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഓയിൽ സർക്കുലേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓയിൽ സർക്കുലേഷൻ നടക്കാത്തത് കാരണം ഈ വാഹനത്തിന് അതിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് ഈ എൻജിനുകളുടെ അകത്തുള്ള പാർട്സുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് വരികയും പെട്ടെന്നുള്ള ഉരസലുകൾ കൊണ്ട് ഈ എൻജിൻ പോർഷനുകൾക്ക് കംപ്ലൈൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഐഡിൽ ചെയ്യുന്ന സമയത്ത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുമ്പോൾ ഈ എൻജിൻ പാർട്ടുകളിലേക്ക് മുഴുവനായിട്ട് ഈ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കപ്പെടും ഈ 1 മിനിറ്റ് നേരം കൊണ്ട്. എന്ന് വെച്ചാൽ ഈ 1 മിനിറ്റ് നേരം കൊണ്ട് അതിൻ്റെ എൻജിൻ വേണ്ട ഒരു അത്യാവശ്യ ഒരു ചൂടുണ്ട്, ഓരോ എൻജിനും കിട്ടേണ്ട ഒരു ചൂട് എൻജിന് കിട്ടുകയും മാത്രമല്ല ഈ ഓയിൽ പൂർണ്ണമായിട്ടും സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൽ നമ്മൾ ഐഡിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ വാഹനങ്ങൾ ഐഡിൽ ചെയ്ത് നിർത്തേണ്ടത്? ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം കുറച്ച് നേരം ആക്സിലേറ്റർ നന്നായിട്ട് കൊടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഐഡിലിംഗ് എന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഐഡിൽ പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം അത് ഓഫാകാതെ 1 മിനിറ്റ് നേരത്തേക്ക് കെയർ ചെയ്യുന്നതാണ് ഐഡിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓഫാകും എന്ന് തോന്നിയാൽ മാത്രം, അങ്ങനെ ഒരു ടെൻഡൻസി വാഹനം കാണിക്കുമ്പോൾ മാത്രം ഒരല്പം ആക്സിലേറ്റർ കൊടുത്ത് നിർത്തുക. ഒരുപക്ഷെ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയാൽ അത് ഓഫാകാതെ കണ്ടിന്യൂഷനായി അങ്ങനെ തന്നെ നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിൽ എന്ന് പറയുന്നത്. ഓരോ വാഹനങ്ങൾക്കും ഈ ഐഡിൽ ചെയ്യേണ്ട സമയം വ്യത്യസ്തമായിരിക്കും. ചില വാഹനങ്ങൾക്ക് ഒരു 30-40 സെക്കൻഡുകളാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഐഡിലിംഗ് പൂർത്തിയാകും. ചില വാഹനങ്ങൾക്ക് 1 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റും ഒരു 10 സെക്കൻഡും ഒക്കെ എടുക്കും. അത് ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രം ഐഡിൽ ചെയ്താൽ മതിയാകും എന്നുള്ളത്. ഒരിക്കലും അത് ശരിയല്ല. നമ്മൾ രാവിലെ എന്നല്ല, നമ്മൾ എവിടെയെങ്കിലും വണ്ടി സ്റ്റാൻഡ് ചവിട്ടി ഒതുക്കി വെച്ചിട്ട് ഒരു 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ അപ്പോഴും ഐഡിൽ ചെയ്ത് മാത്രമേ എടുക്കാവൂ. ഒരുപാട് സമയം കൊടുക്കണ്ടെങ്കിലും ഒരു 10-20 സെക്കൻഡെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രം വണ്ടി മുന്നോട്ടെടുത്തൊന്ന് ശീലിക്കുക. ഒരു വാഹനം അതിൻ്റെ ശരിയായ രീതിയിൽ ഐഡിൽ പൂർത്തിയായി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഐഡിൽ ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയ വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ആക്സിലറേഷൻ കൊടുത്തില്ല എങ്കിൽ പോലും 1-2 മണിക്കൂർ അങ്ങനെ തന്നെ വാഹനം നിർത്തിയിട്ടിരുന്നാലും ആ വാഹനം ഓഫാകാതെ നിൽക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഐഡിൽ പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കാതെ വെയിറ്റ് ചെയ്യുക. വാഹനം അങ്ങനെ തന്നെ സ്റ്റാർട്ടായി ഓവറായിട്ട് റൈസ് ആകാതെയും ഓഫാകാതെയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിൽ പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോപ്പറായ രീതിയിൽ ഐഡിൽ ചെയ്തില്ല എങ്കിൽ ഐഡിൽ ചെയ്യുന്നതിനേക്കാൾ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വാഹനങ്ങൾക്ക് സംഭവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം ഓവറായിട്ട് ആക്സലറേഷൻ കൊടുക്കുന്നതാണ്, റേസ് ചെയ്ത് വണ്ടി നിർത്തുന്നതാണ് ഐഡിലിംഗ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ള ആളുകൾ. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിയുടെ എൻജിൻ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പോലുള്ള വാഹനങ്ങൾക്ക് എയറേഷനാണ് അതിൻ്റെ എൻജിനെ കൂൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിന്
എഞ്ചിനകത്ത് പ്രത്യേകിച്ച് ഫാനുകളോ അങ്ങനെ മറ്റ് യാതൊരു സംഭവങ്ങളോ ഇല്ല ഈ എഞ്ചിനെ കൂൾ ചെയ്യിക്കാനായിട്ട്. ഇതിൻ്റെ എഞ്ചിൻ കൂളാകപ്പെടുന്നത് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ, വണ്ടി ഓടുമ്പോൾ എതിരെ വന്ന് തള്ളുന്ന ഈ കാറ്റടിച്ചാണ് ഇതിൻ്റെ എഞ്ചിൻ കൂളാകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഓവറായിട്ട് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ എഞ്ചിൻ കൂളിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഞ്ചിന് ഡാമേജാണ്. ഐഡിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? അതിനുത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഐഡിൽ എന്ന പേരിനെ മനുഷ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. വാഹനങ്ങൾക്ക് ഐഡിൽ എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിന് അതിനെ വാമപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആയാസകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് പ്രിപ്പയർ ആക്കി എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഓട്ട മത്സരത്തിന് തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഈ ഓട്ട മത്സരത്തിന് മുമ്പ് അവരുടെ ബോഡി ഒരു 4-5 മിനിറ്റ് ടൈം എടുത്ത് ഒന്ന് വാമപ്പാക്കി ഒന്ന് ചൂടാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇങ്ങനെ വാമപ്പാകാത്ത ഒരു ബോഡിയും കൊണ്ടാണ് ഒരാൾ ഓട്ട മത്സരത്തിന് തയ്യാറാകുന്നതെങ്കിൽ 100 മീറ്റർ ഓട്ടം അയാൾ വാമപ്പാകാതെ 12 സെക്കൻഡ് കൊണ്ടേ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ വാമപ്പായ ഒരു ബോഡി കൊണ്ട് വെറും 10 സെക്കൻഡ് കൊണ്ട് ആ ഒരു ഓട്ടം അയാൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ വാമപ്പാകാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സർസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ടുള്ള വർക്കുകളും ഓട്ടമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റിലെല്ലാം പെയിനുകൾ ഉണ്ടാവുകയും നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതേ പ്രവർത്തനം തന്നെയാണ് വണ്ടിക്കും സംഭവിക്കുന്നത്. നമ്മൾ ഐഡിൽ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ, എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ചൂടാക്കി ഞാൻ ഒരു വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണെന്ന് വണ്ടിക്ക് തന്നെ ബോധ്യമാകുന്ന രീതിയിലൊരു പ്രിപ്പറേഷൻ അതിന് കൊടുക്കാതെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് വാമപ്പാകാതെ എക്സർസൈസുകളോ ഹെവി ഡ്യൂട്ടി വർക്കുകളോ ചെയ്താൽ എന്ത് സംഭവിക്കും? അതേ പ്രശ്നങ്ങൾ വണ്ടിക്കും സംഭവിക്കും. പക്ഷെ അത് നമുക്ക് നാക്കുകൊണ്ട് പറഞ്ഞു തരില്ല. പകരം എന്ത് സംഭവിക്കും? അതിൻ്റെ എഞ്ചിൻ പാർട്ടുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യക്ഷമതയോ കുറച്ച് നാൾ കഴിഞ്ഞ് തകരാറിലാകുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഈ കാര്യം തിരിച്ചറിയുന്നത്. ഐഡിൽ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് വണ്ടിക്കുണ്ടാവുക? ഒരുപാട് ഗുണങ്ങളുണ്ടാവും. എങ്കിലും എടുത്തു പറയത്തക്കതായിട്ട് ഒരു 4 ഗുണങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ വർദ്ധിക്കും. എന്ന് വെച്ചാൽ ഐഡിൽ പ്രോപ്പറായിട്ട് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന് 40 കിലോമീറ്റർ മൈലേജാണ് കിട്ടുന്നത് എങ്കിൽ ഐഡിൽ പ്രോപ്പറായിട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 45 to 50 വരെ വ്യത്യാസമുണ്ടാകും. എന്ന് വെച്ചാൽ 5 to 10 കിലോമീറ്ററിനകത്ത് വരെ മൈലേജ് വേരിയേഷൻസ് ഉണ്ടാകും. ഐഡിൽ ചെയ്ത് ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് നല്ല മൈലേജ് കിട്ടും. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. വളരെയധികം ആയാസം കൂടാതെ ഒരുപാട് ഊർജം ചെലവാക്കാതെ അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഐഡിൽ ചെയ്യുകയാണെങ്കിൽ. ഐഡിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിന് കഴിയാതെ വരികയും കൂടുതൽ ഊർജം ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരികയും അത് അങ്ങനെ കുറച്ചുനാൾ കഴിയും തോറും വണ്ടി കൂടുതൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയും വണ്ടിക്ക് മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യും. രണ്ടാമത്തെ ഗുണം, വണ്ടിയുടെ പെർഫോമൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. മിക്കവാറും ഉള്ള ആളുകൾ പറയുന്ന ഒരു പരാതിയുണ്ട്, ബുള്ളറ്റ് വാങ്ങിയ സമയത്ത് ഓടിക്കാൻ നല്ല പുള്ളിങ് ഉണ്ടായിരുന്നു, നല്ല സ്മൂത്ത്നെസ്സും ഉണ്ടായിരുന്നു, അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പുള്ളിങ്ങും സ്മൂത്ത്നെസ്സും ഒക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ വണ്ടി പ്രോപ്പറായിട്ട് ഐഡിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് എന്നാണ്. പക്കയായിട്ട് ഐഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്ത് ഓയിൽ സർക്കുലേഷൻ നന്നായി ഫുൾ ടൈം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ എഞ്ചിൻ പാർട്ടുകൾക്ക് തേയ്മാനം ഉണ്ടാവുകയോ അതിന് ഓവർ ആയിട്ട് വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ തന്നെ ഇതിൻ്റെ ആ എഞ്ചിൻ പെർഫോമൻസ് ഏറെക്കാലം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5000 കിലോമീറ്ററിനകത്ത് കിട്ടിയ അതേ പെർഫോമൻസ് തന്നെ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ പ്രോപ്പറായിട്ട് ഐഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ ലൈഫാണ്. ഐഡിൽ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു വാഹനം 50,000 കിലോമീറ്ററിൽ എഞ്ചിൻ പണി ആകുന്നതെങ്കിൽ ഐഡിൽ ചെയ്ത് ഉപയോഗിച്ച വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ ഇരട്ടി റിസൾട്ട് തരും. എന്ന് വെച്ചാൽ 1,00,000 കിലോമീറ്റർ വരെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ പണിയാകാതെ ഓടിക്കാൻ പറ്റും. എൻ്റെ അറിവിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ വണ്ടി 2,50,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടും ഇതുവരെയും എഞ്ചിൻ പണി ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ പ്രോപ്പറായിട്ട് വാഹനം ഐഡിൽ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണമാണ്. അത് ലഭിക്കുന്നത് വണ്ടിക്കല്ല, അത് ഉപയോഗിക്കുന്ന ആളിനാണ്. നമ്മൾ ഒരു വണ്ടി ഐഡിൽ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തി അറിയാതെ തന്നെ അയാളിൽ ആർജിതമാകുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ഗുണമുണ്ട്. അതാണ് ക്ഷമ. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 3 ഗുണങ്ങളാണ്. 1 അച്ചടക്കബോധം, 2 സ്ഥിരോത്സാഹം,
3 ക്ഷമ. ഒരു വാഹനം ഒരാൾ ഐഡിൽ ചെയ്ത് ശീലിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ? എന്ന് വെച്ചാൽ എവിടെയെങ്കിലും അർജന്റായിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഐഡിൽ ചെയ്യണമെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വളരെ സഹിച്ച് കടിച്ചു പിടിച്ചൊക്കെ ആയിരിക്കും 1 മിനിറ്റ് എന്നുള്ള 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്തിട്ടൊക്കെ പോകാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ വണ്ടിയോട് കൂടുതൽ അടുക്കുമ്പോൾ, നമ്മൾ വണ്ടിയെ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഐഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പോകെ നമുക്ക് ഈ ഒരു കാര്യം നമ്മളങ്ങ് ഓക്കെ ആയി വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇതങ്ങ് യൂസ്ഡ് ആവും. നമ്മൾ ഒരു സാധാരണ ഒരു കാര്യം ചെയ്യും, ഒരിടത്ത് പോകുമ്പോൾ ഒരു ഷർട്ട് എടുത്ത് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക്കലായിട്ട് 1 മിനിറ്റ് നേരം നമ്മൾ ഐഡിൽ ചെയ്ത് മാത്രമേ നമ്മൾ വണ്ടി എടുക്കൂ. വളരെ അർജന്റായിട്ട് പോകാൻ സമയത്തും നമ്മൾ 1 മിനിറ്റ് സമയം നമ്മൾ ക്ഷമയോടുകൂടി ആ ഒരു അർജൻസി മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഐഡിൽ ചെയ്യാനായിട്ട് ഒരു പരിശീലനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റി അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ വളരെ അർജന്റായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ ആ 1 മിനിറ്റ് വണ്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം, തിരിച്ചറിയാം, ഐഡിൽ ചെയ്യാതെ വണ്ടി മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിനെ അത് സാരമായി ബാധിക്കുമെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പൊ ആ തിരിച്ചറിവ് കൊണ്ട് വണ്ടിക്ക് കേട് പറ്റരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ 1 മിനിറ്റ് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കും. നമ്മൾ 1 മിനിറ്റ് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ ഈ ഒരു ക്വാളിറ്റി, ഈ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്ഷമ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടും എന്നുള്ളതാണ്. ഐഡിലിങ്ങിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെന്നല്ല, ഈ ലോകത്തിറങ്ങിയിട്ടുള്ള പെട്രോളിലോ ഡീസലിലോ ഓടുന്ന എല്ലാ വണ്ടികൾക്കും ബാധകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഐഡിൽ ചെയ്യാതെയാണ് വണ്ടി ഉപയോഗിച്ചതെങ്കിൽ ഇനിയെങ്കിലും ഐഡിൽ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി, നിങ്ങളുടെ നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.